വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ കൂറുമാറി വോട്ട് രേഖപ്പെടുത്തിയ മുസ്ലിം ലീഗ് സ്വതന്ത്രൻ ജാഫറിനെതിരെ വെങ്കിടങ്ങിൽ പ്രതിഷേധം. ചാവക്കാടുള്ള ബന്ധുവീട്ടിൽ നിന്ന് തൃശൂരിലേക്ക് പോകുകയായിരുന്ന ജാഫറിനെതിരെ കരിങ്കൊടികളുമായി UDF പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. യാത്രാമധ്യേ വെങ്കിടങ്ങ് പഞ്ചായത്തിന് സമീപത്തുള്ള പള്ളിയിൽ ജാഫർ നമസ്കാരത്തിന് കയറിയിരുന്നു. തുടർന്ന് മാധ്യമപ്രവർത്തകരെയും കണ്ടിരുന്നു. ഇതിനിടെ മണലൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കാർത്തികേയന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കുകയായിരുന്നു. പ്രതിഷേധം ശക്തമായപ്പോൾ സുരക്ഷയ്ക്കായി ജാഫർ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. 2 മണിക്കൂറോളം സ്റ്റേഷനിൽ ചിലവഴിച്ചതിന് ശേഷം 3:30യോടെയാണ് ഇരുചക്രവാഹനത്തിൽ തൃശൂർ ഭാഗത്തേക്ക് പോയത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായി വോട്ട് ചെയ്തത് അബദ്ധത്തിലാണെന്ന് ജാഫർ ആവർത്തിച്ചു. പിന്തുണ തേടി CPM നേതാക്കൾ വിളിച്ചിട്ടില്ലെന്നും വോട്ട് ചെയ്യാൻ ആരും പ്രേരിപ്പിച്ചിട്ടുമില്ലെന്നും ഒരു ഡീലുമില്ലെന്നും ജാഫർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു പ്രേരണയുടെ പുറത്തുമല്ല വോട്ട് ചെയ്തത്. നാട്ടിൽ CPMനെ എതിർക്കുന്ന വ്യക്തിയാണ് താൻ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെ നടന്ന സാഹചര്യത്തിലാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നതെന്നും വോട്ട് മാറിപ്പോയത് തന്റെ ഭാഗത്ത് വന്ന തെറ്റാണെന്നും ഇക്കാര്യം തെളിയിക്കാൻ നുണപരിശോധനയ്ക്ക് ഉൾപ്പെടെ തയ്യാറാണെന്നും ജാഫർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇല്ല, ഞാൻ ഒരാളെന്നും ₹1 പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അല്ല, ഞാനും അവനായിട്ടുള്ള ഒരു റിലേഷൻ്റെ രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം ഞാനൊരു കാശ് വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കത് വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ കാശ് വാങ്ങിച്ച ആളാണെങ്കിൽ ഇത് അവൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ അത് റെക്കോർഡ് ചെയ്യും, എല്ലാം എനിക്കറിയാലോ. അങ്ങനെ മുമ്പാണ്, അതായത് ഈ ഇതിന് മുമ്പാണല്ലോ, തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ ഇങ്ങനെ ഓഫർ വന്നിട്ടുള്ളതാണല്ലോ. അതൊരു വിലപേശലല്ലേ നിങ്ങൾ? നടക്കുകയും ചെയ്തു. ഞാൻ അവരടുത്ത് വിലപേശിയിട്ട് ഞാൻ അവരടുത്ത് എന്തെങ്കിലും ആവശ്യപ്പെടുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്കെല്ലാം അറിയാം. ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. എന്നെ ആരെങ്കിലും വന്നിട്ട് ഇനിയിപ്പോ LDFന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും എന്നെ വന്ന് കാണുക, ആരും കണ്ടിട്ടില്ല. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചു. എങ്ങനെയാണ് നിങ്ങൾക്ക് LDFന് വോട്ട് ചെയ്യാൻ പ്രേരണ ഉണ്ടായത്? ഒരു പ്രേരണയുടെ പുറത്തും ചെയ്തതല്ല. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ചെറുപ്പം മുതലേ രാഷ്ട്രീയ ഏറ്റവും കൂടുതൽ CPMനെ എൻ്റെ നാട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ CPMനെ എതിർക്കുന്ന ആള് ഞാനാണ്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്ന ഒരു ബൈ മിസ്റ്റേക്ക് ആണ്. അതിന്റെ അപ്പുറം സ്വാഭാവികമായിട്ടും വൈസ് പ്രസിഡന്റിന് അതിനെന്താ സംബന്ധിച്ചാൽ രാവിലെ മുതൽ തന്നെ എൻ്റെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനവും എൻ്റെ കോലം കത്തിക്കലും അതൊക്കെ ബാബു എന്നെ പലതവണ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തിട്ടില്ല. കാരണം ആള് വിളിച്ച് വോയിസ് അയക്കിയത് എനിക്ക് ചെയ്തത്. ഞാൻ തിരിച്ച ആൾക്കും അതേപോലെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കറിയാം. എൻ്റെ പ്രസ്ഥാനം ഞാനും അവരും തമ്മിൽ ഒരു ഡീലും ഇല്ല. തലേ ദിവസം ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്ന താങ്കൾ പറഞ്ഞു. അങ്ങനത്തെ പിറ്റേ ദിവസം ഒരു മിസ്സിംഗ് വന്നു എന്ന് പറയുന്നതിനകത്തൊരു അവിശ്വാസ്യത ഞാൻ ഒരിക്കലും